നമസ്കാരം. ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 14ാമത്തെ നക്ഷത്രമായ ചിത്രയുടെ ഗ്രഹനിലയും അപകാല സമയവും അതിൻ്റെ ഗുണദോഷങ്ങളുമാണ്. ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും സാമ്പത്തിക നഷ്ടം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വ്യൂവേഴ്സ് 23,000-ലധികം ഉണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് 680 മാത്രമാണുള്ളത്. എല്ലാവരും ദയവായി സഹകരിക്കണം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യമുള്ളവരും ആകർഷകമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും സ്വാധീനിക്കുന്നവരുമാണ്. ആഡംബരപ്രിയരായ ഇവർ നല്ല ഉത്സാഹശീലരുമാണ്. ഇവർ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും മിക്കവർക്കും ലഭിക്കും. വിദേശവാസത്തിനും യോഗമുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് എന്തും ദാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ സുവർണകാലം. ഇവരിൽ പലരുടെയും ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർ ആണിവർ. ചിലരെങ്കിലും വിവാഹ മോചനത്തിൽ എത്താറുണ്ട്. എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്. അല്പം ദുശാഠ്യവും കോപവും ഇവർ കൂടുതലാണ്. എന്നാലും ഹൃദയത്തിൽ സ്നേഹവും ദയവും ഉള്ളവരാണ്. ആരോടും സ്ഥിരമായി ശത്രുത പുലർത്താറില്ല. വിശാഖം, കേട്ട, പൂരാടം, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ അത്ര നല്ലതായിരിക്കില്ല. ചിത്രയുടെ ദേവത വിശ്വകർമാവാണ്. ദിവസവും രാവിലെ ഓം വിശ്വകർമ്മണേ നമഃ, ഓം വിശ്വകർമ്മണേ നമഃ എന്ന് ചൊല്ലുന്നത് ഐശ്വര്യം നൽകും. അസുര ഗണത്തിലായതിനാൽ ദേവഗണത്തിൽപ്പെട്ടവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒഴിവാക്കേണ്ടതാണ്. സ്ത്രീ യോനിയിലായതിനാൽ പുരുഷ യോനിയിൽപ്പെട്ടവരെ വേണം വിവാഹം കഴിക്കാൻ. എങ്കിലേ ദാമ്പത്യ ജീവിതം സന്തോഷമായിരിക്കുള്ളൂ. നക്ഷത്രം മൃഗം, പുലി, പക്ഷി കാക്ക, വൃക്ഷം കൂവളം, ഭൂതം അഗ്നി. ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും. ചൊവ്വ ദശയിലാണ് ഇവരുടെ ജനനം. ജനനസമയം കൃത്യമായി കണക്കാക്കാത്തതിനാൽ 3.5 വയസ്സ് വരെ ചൊവ്വാദശയാണെന്ന് കണക്കാക്കാം. ബുധൻ്റെ അപകാല സമയത്താണ് ജനനം. 11 മാസം 27 ദിവസം ബുധൻ്റെ അപകാരമാണ്. നല്ല ഫലങ്ങളാണ് ലഭിക്കുക. 11 മാസം 27 ദിവസം മുതൽ 1 വയസ്സ് 4 മാസം 24 ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ്. അത്ര നല്ലതല്ല. 1 വയസ്സ് 4 മാസം 24 ദിവസം മുതൽ 2 വയസ്സ് 6 മാസം 24 ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ്. നല്ല സമയമാണ്. 2 വയസ്സ് 6 മാസം 24 ദിവസം മുതൽ 2 വയസ്സ് 5 മാസം വരെ സൂര്യൻ്റെ അപകാരമാണ്. നല്ലതാണ്. 2 വയസ്സ് 5 മാസം മുതൽ 3 വയസ്സ് 6 മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്. അത്ര നല്ല ഫലം ലഭിക്കുകയില്ല.
3 വയസ്സ് 6 മാസം മുതൽ 18 വർഷം, അതായത് 21 വയസ്സ് 6 മാസം വരെ രാഹു ദശയാണ്. ഇതിൽ 2 വർഷം 8 മാസം 12 ദിവസം രാഹുവിൻ്റെ അപകാരമാണ്. അത്ര നല്ലതല്ല. 6 വയസ്സ് 3 മാസം മുതൽ 8 വയസ്സ് 4 മാസം 24 ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ്. നല്ല ഫലങ്ങൾ ലഭിക്കും. 8 വയസ്സ് 4 മാസം 24 ദിവസം മുതൽ 11 വയസ്സ് 3 മാസം വരെ ശനിയുടെ അപകാരമാണ്. രോഗങ്ങൾ, വീഴ്ചകൾ, കലഹം, മനോദുഃഖം എന്നിവയാണ് ഫലം. 11 വയസ്സ് 3 മാസം മുതൽ 13 വയസ്സ് 9 മാസം 18 ദിവസം വരെ ബുധൻ്റെ അപകാരമാണ്. നല്ല ഫലങ്ങൾ ലഭിക്കും. പതിമൂന്ന് വയസ്സ് 9 മാസം 18 ദിവസം മുതൽ 14 വയസ്സ് 10 മാസം 6 ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ്. അത്ര നല്ല ഫലമല്ല. 14 വയസ്സ് 10 മാസം 6 ദിവസം മുതൽ 17 വയസ്സ് 10 മാസം 6 ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 17 വയസ്സ് 10 മാസം 6 ദിവസം മുതൽ 18 വയസ്സ് 9 മാസം വരെ സൂര്യൻ്റെ അപകാരമാണ്. മോശം ഫലമാണ് ലഭിക്കുക. 18 വയസ്സ് 9 മാസം മുതൽ 20 വയസ്സ് 6 മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്. ഫലം അത്ര ഗുണകരമായിരിക്കില്ല. 20 വയസ്സ് 6 മാസം മുതൽ 21 വയസ്സ് 6 മാസം വരെ ചൊവ്വയുടെ അപകാരമാണ്. ഈ സമയവും അത്ര നല്ലതല്ല. അപകടങ്ങൾക്കും രോഗങ്ങൾക്കും മനോദുരിതത്തിനും ഒക്കെ കാരണമാണ്. 21 വയസ്സ് 6 മാസം മുതൽ 16 വർഷം, അതായത് 37 വയസ്സ് 6 മാസം വരെ വ്യാഴദശയാണ്. ഇതിൽ ആദ്യത്തെ 2 വർഷം 1 മാസം 18 ദിവസം വ്യാഴത്തിൻ്റെ അപകാരമാണ്. അതായത് 23 വയസ്സ് 7 മാസം 18 ദിവസം വരെ പൊതുവെ നല്ല ഫലങ്ങളാണ് ലഭിക്കാറുള്ളതെങ്കിലും ചിലർക്കെങ്കിലും മോശഫലങ്ങൾ ലഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഗുരുതരമായ രോഗങ്ങളോ അപകടങ്ങളോ ധനനഷ്ടമോ മനോദുരിതമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 23 വയസ്സ് 7 മാസം 18 ദിവസം മുതൽ 26 വയസ്സ് 2 മാസം വരെ ശനിയുടെ അപകാരമാണ്. രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മനോദുഃഖം എന്നിവയാണ് ഫലം. 26 വയസ്സ് 2 മാസം മുതൽ 28 വയസ്സ് 5 മാസം 6 ദിവസം വരെ ബുധൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. പിന്നീട് വരുന്ന കേതുവും ശുക്രനും സൂര്യനും ചന്ദ്രനും ചൊവ്വയും എല്ലാം 35 വയസ്സ് 2 മാസം 27 ദിവസം വരെ വളരെ അനുകൂല ഭാവത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. 35 വയസ്സ് 2 മാസം മുതൽ 37 വയസ്സ് 6 മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ്. പലവിധ ബുദ്ധിമുട്ടുകളും മനോദുരിതങ്ങൾക്കും
സാധ്യത വളരെ കൂടുതലാണ്. 37 വയസ്സ് 6 മാസം മുതൽ 19 വർഷം, അതായത് 56 വയസ്സ് 6 മാസം വരെ ശനി ദശയാണ്. ഇതിൽ ആദ്യത്തെ 3 വർഷം 3 ദിവസം, അതായത് 40 വയസ്സ് 6 മാസം 3 ദിവസം വരെ ശനിയുടെ അപകാരമാണ്. രോഗങ്ങൾ, അപകടങ്ങൾ, ധനനഷ്ടം, കഷ്ടപ്പാടുകൾ എന്നിവയാണ് ഫലം. 40 വയസ്സ് 6 മാസം 3 ദിവസം മുതൽ 43 വയസ്സ് 2 മാസം 12 ദിവസം വരെ ബുധൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 43 വയസ്സ് 2 മാസം 12 ദിവസം മുതൽ 44 വയസ്സ് 3 മാസം 21 ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ്. അത്ര നല്ല ഫലമല്ല ലഭിക്കുക. 44 വയസ്സ് 3 മാസം 21 ദിവസം മുതൽ 47 വയസ്സ് 6 മാസം 21 ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ലഭിക്കും. 47 വയസ്സ് 6 മാസം 21 ദിവസം മുതൽ 48 വയസ്സ് 6 മാസം 3 ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ്. നല്ല ഫലങ്ങളാണ് ലഭിക്കുക. 48 വയസ്സ് 6 മാസം 3 ദിവസം മുതൽ 50 വയസ്സ് 1 മാസം 3 ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്. മോശം ഫലങ്ങളാണ് ലഭിക്കുക. 50 വയസ്സ് 1 മാസം 3 ദിവസം മുതൽ 51 വയസ്സ് 2 മാസം 12 ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ്. മോശഫലമാണ് ലഭിക്കുക. 51 വയസ്സ് 2 മാസം 12 ദിവസം മുതൽ 54 വയസ്സ് 18 ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ്. ഫലം മോശം തന്നെയാണ്. 54 വയസ്സ് 18 ദിവസം മുതൽ 56 വയസ്സ് 6 മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 56 വയസ്സ് 6 മാസം മുതൽ 17 വർഷക്കാലം ബുധദശയാണ്. അതായത് ഇതിൽ ആദ്യത്തെ 2 വർഷം 4 മാസം 27 ദിവസം, അതായത് 58 വയസ്സ് 10 മാസം 27 ദിവസം വരെ ബുധൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 58 വയസ്സ് 10 മാസം 27 ദിവസം മുതൽ 59 വയസ്സ് 10 മാസം 24 ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ്. അത്ര നല്ല ഫലമല്ല ലഭിക്കുക. 59 വയസ്സ് 10 മാസം 24 ദിവസം മുതൽ 62 വയസ്സ് 8 മാസം 24 ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 62 വയസ്സ് 8 മാസം 24 ദിവസം മുതൽ 63 വയസ്സ് 7 മാസം വരെ സൂര്യൻ്റെ അപകാരമാണ്. അത്ര നല്ല സമയമല്ല. 63 വയസ്സ് 7 മാസം മുതൽ 65 വയസ്സ് 1 മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്. മോശം ഫലം തന്നെയാണ് ലഭിക്കുക. 65 വയസ്സ് 1 മാസം മുതൽ 66 വയസ്സ് 6 മാസം വരെ ചൊവ്വയുടെ അപകാരമാണ്. അത്ര നല്ല ഫലമല്ല ലഭിക്കുക. 66 വയസ്സ് 6 മാസം മുതൽ 7 വർഷക്കാലം കേതു ദശയാണ്. ഇതിൽ ആദ്യത്തെ 4 മാസം 27 ദിവസം, അതായത് 67 വയസ്സ് 10 മാസം 27 ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ്. മോശം ഫലമാണ് ലഭിക്കുക. 66 വയസ്സ് 10 മാസം 27 ദിവസം മുതൽ 68 വയസ്സ് 27 ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 68 വയസ്സ് 27 ദിവസം മുതൽ 68 വയസ്സ് 5 മാസം 3 ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ്. മോശം ഫലമാണ് ലഭിക്കുക. 68 വയസ്സ് 5 മാസം 3 ദിവസം മുതൽ
69 വയസ്സ് 3 ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്, അത്ര നല്ലതല്ല. 69 വയസ്സ് 3 ദിവസം മുതൽ 69 വയസ്സ് 5 മാസം വരെ ചൊവ്വയുടെ അപകാരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 69 വയസ്സ് 5 മാസം മുതൽ 70 വയസ്സ് 5 മാസം 18 ദിവസം വരെ രാഹുവിൻ്റെ അപകാരമാണ്, മോശഫലമാണ് ലഭിക്കുക. 70 വയസ്സ് 5 മാസം 18 ദിവസം മുതൽ 71 വയസ്സ് 4 മാസം 24 ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 71 വയസ്സ് 4 മാസം 24 ദിവസം മുതൽ 72 വയസ്സ് 6 മാസം 3 ദിവസം വരെ ശനിയുടെ അപകാരമാണ്. രോഗങ്ങൾ, അപകടങ്ങൾ, ധനനാശം, മനോദുരിതം എന്നിവയാണ് ഫലം. 72 വയസ്സ് 6 മാസം 3 ദിവസം മുതൽ 73 വയസ്സ് 6 മാസം വരെ ബുധൻ്റെ അപകാരമാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 73 വയസ്സ് 6 മാസം മുതൽ 20 വർഷക്കാലം ശുക്രദശയാണ്. ഇതിൽ ആദ്യത്തെ 3 വർഷം 4 മാസം ശുക്രൻ്റെ അപകാരമാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. 76 വയസ്സ് 10 മാസം മുതൽ 77 വയസ്സ് 10 മാസം വരെ സൂര്യൻ്റെ അപകാരമാണ്, മോശഫലമാണ് ലഭിക്കുക. 77 വയസ്സ് 10 മാസം മുതൽ 79 വയസ്സ് വരെ ചൊവ്വയുടെ അപകാരമാണ്, മോശം ഫലമാണ് ലഭിക്കുക. 79 വയസ്സ് മുതൽ 82 വയസ്സ് വരെ രാഹുവിൻ്റെ അപകാരമാണ്, പലവിധ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ആണ് ഫലം. ഈ ദശാസന്ധി കടന്നു കിട്ടിയാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളിന് വളരെ കാലത്തോളം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ നക്ഷത്രത്തിലെയും അപകാരം അനുസരിച്ച് ഗുണദോഷഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഈശ്വര പ്രാർത്ഥന കൊണ്ടും ക്ഷേത്ര വഴിപാടുകൾ കൊണ്ടും സാധിക്കുന്നതാണ്. ശനിയുടെയും രാഹുവിൻ്റെയും അപകാരമാണ് ആയുസ്സിന് ദോഷകരമായി ഭവിക്കുന്നത്. അതിനാൽ ശനിയുടെ ദോഷം മാറാൻ ശിവക്ഷേത്രത്തിൽ കൂവളത്തിന് മാലയും ജലധാരി മൃത്യുഞ്ജയ അർച്ചനയും കഴിപ്പിക്കണം. ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും കഴിപ്പിക്കണം. രാഹുദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ ആയില്യം നാളിൽ 100 പാലും നൽകണം. ചൊവ്വയുടെ ദോഷം മാറാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ച നടത്തണം. അകംപൂജ ഒക്കെ ഉള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ അകംപൂജയും ചെയ്യുന്നത് നല്ലതാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും പായസവും തുളസിമാലയും നൽകണം. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയോ കുറഞ്ഞപക്ഷം എണ്ണയോ എങ്കിലും നൽകണം. ഇത്രയും ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളിൽ നിന്നും വലിയ അപകടങ്ങളിൽ നിന്നും വലിയ കഷ്ടപ്പാടുകളിൽ നിന്നുമൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. കഷ്ടപ്പാടുകൾ പൂർണ്ണമായും മാറ്റാൻ പറ്റില്ലെങ്കിലും ഇപ്രകാരം വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അകാല മൃത്യുവിൽ നിന്നും അതുപോലെ നിത്യ രോഗത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ സാധിക്കുമെന്ന് അനുഭവങ്ങൾ തെളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നക്ഷത്രമായ ചോതിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.